മേർഡർ മിസ്റ്ററീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മേർഡർ മിസ്റ്ററീസ് മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു കോമൺ ടെംപ്ലേറ്റ് എല്ലാത്തിലും ഉണ്ടാവും. അത് ഇതിലും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതിന്റെ കഥ നമ്മൾ പറഞ്ഞു പോകുന്ന രീതി കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ്, നമ്മൾ ഓരോ മേർഡർ സൈറ്റിലും പോലീസ് എത്തി അവിടെ തെളിവെടുത്ത് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സീക്വൻസസ് എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു വിഷ്വൽ എക്സ്പെരിമെന്റിലൂടെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതെ, അത് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷനാണ്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമയിലും അങ്ങനെ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. സോ അതെന്നെ ഭയങ്കരമായിട്ട് ഈ സിനിമയിലേക്ക് ആകർഷിച്ചു. പ്ലസ് എല്ലാ മേർഡർ മിസ്റ്ററീസിനെയും അല്ലെങ്കിൽ ഒരു സീരിയൽ മേർഡറെ അന്വേഷിച്ചു പോകുന്ന ഒരു സിനിമയിൽ അയാൾക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ. ആ ബാക്ക് സ്റ്റോറി ആണല്ലോ ഓരോ സിനിമയും വ്യത്യസ്തമാക്കുന്നത്. ആ ബാക്ക് സ്റ്റോറി ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് അങ്ങനെയുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു കഥ, ഒരു ബാക്ക് സ്റ്റോറി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ട് ഘടകങ്ങളാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, കാരണം പോലീസ് വേഷങ്ങൾ ഒരുപാട് ചെയ്തതുകൊണ്ട് തന്നെ പോലീസ് വേഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ അടുത്ത് ജിതിൻ വന്ന് ഈ സബ്ജക്റ്റിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പൊ അന്ന് പോലീസ് വേഷം ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്താൽ പോരെ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നെങ്കിലും ജിതിൻ എന്നോട് ഈ കഥയൊന്നും എന്തായാലും കേൾക്കണം ചേട്ടാ, കേട്ടിട്ട് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ സബ്ജക്റ്റ് വന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഇത് കൊള്ളാം, സംതിങ് വെരി ഡിഫറെന്റ്, വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ പിന്നെ ജിതിൻ ഭയങ്കര എക്സ്ട്രീംലി ഒരു ഹൈ എനർജി പാഷനറ്റ് കക്ഷിയാണ്. അപ്പോൾ പുള്ളി കഥ പറയുന്ന രീതിയും പുള്ളി അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ പിന്നെ ജിതിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പുതിയ ടെക്നീഷ്യൻസ് ഉണ്ട്. ടെക്നീഷ്യൻസ് മാത്രമല്ല, ആക്ടേഴ്സും ഉണ്ട്. ഫസ്റ്റ് ടൈമേഴ്സ്. ക്യാമറ സൗഗന്ധ് അല്ലെ, ഫസ്റ്റ് ഫിലിം അല്ലേ? സൗഗന്ധ് നമ്മുടെ DOPന്റെ ഫസ്റ്റ് മൂവിയാണ്. ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂർക്കാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറെ ഷോർട്ട് മൂവീസ് ചെയ്ത് ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പുള്ളി കവറൊക്കെ ചെയ്തിട്ടുണ്ട്. സൗഗന്ധ് എന്നാണ് പേര്. അപ്പോൾ ഇറ്റ്സ് എ വെരി ടാലന്റഡ് ക്യാമറമാൻ. ഞങ്ങളുടെ ഒരു ടീം വർക്ക് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായ, ഇപ്പൊ അതിൽ എന്റെ ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അന്ന് മുതലേ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു പാർട്ടായിട്ട് ചെയ്യും. അപ്പൊ അതിന് കറക്റ്റായ ക്യാരക്ടർ വേണം, വെറുതെ ഒന്ന് കുത്തി നിറയ്ക്കാൻ പറ്റില്ലല്ലോ. അവർ ആപ്റ്റ് ആയതുകൊണ്ട് അതിൽ എല്ലാവരും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിൽ നമ്മുടെ സിനിമയ്ക്ക് യോജിച്ച കുറച്ച് ആൾക്കാർ ആ സിനിമയിലുണ്ട്. ടെക്നീഷ്യൻസ് ആയാലും ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതേ സൗണ്ട് ഡിസൈനറാണ്. അപ്പം അങ്ങനെ നമ്മൾ ഭാഗമായ എഡിറ്റർ, ഞാൻ മുമ്പ് ഒരു ഹിന്ദി മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തമിഴിലെ നാഗൂരാണ് എഡിറ്റർ. അതായത് ക്യാപ്റ്റൻ മില്ലർ, റോക്കി, സാനികേത, ഡോൺ പോലത്തെ വലിയ പടങ്ങൾ ചെയ്ത എഡിറ്ററാണ്. പുള്ളിയുടെ ആദ്യ മലയാള സിനിമയാണ്. നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ് പുള്ളി മലയാളത്തിലേക്ക് വന്നത്. സോ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ടെക്നിക്കൽ സൈഡിൽ മാത്രമല്ല, ഇപ്പൊ സാഗർ, നിഷാന്ത്, രഞ്ജിയേട്ടൻ, അജു, അങ്ങനെ ഒരുപാട് മെയിൽ ആക്ടേഴ്സിനോടൊപ്പം തന്നെ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ്. ഒരുപാട് ഇമ്പോർട്ടന്റ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. കാരണം അവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെറുതും വലുതുമായ ഒരുപാട് ക്യാരക്ടേഴ്സ് സിനിമയിലുണ്ട്. പക്ഷെ എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ ഐഡന്റിറ്റി ഉള്ള ഒരു സിനിമയാണ് തീരം. ഫീമെയിൽ ക്യാരക്ടേഴ്സിന് നമ്മളിവിടെ ഇരിക്കുന്നത് ഫുൾ പുരുഷന്മാരാണെങ്കിൽ റൂമിൽ അവർ ഇന്റർവ്യൂ പ്ലസ് ഒരു കാര്യം കൊണ്ട് നമ്മള് ഇത്രയും പേര് കൂടാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് പുതിയ ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ സിനിമയിൽ. ഇപ്പോൾ ഇത് യങ്സ്റ്റേഴ്സിന്റെ ഒരു കഥ പറയുന്ന സിനിമ കൂടിയാണ്. ഒരു സോഷ്യൽ ഇഷ്യൂസ്, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല സോഷ്യൽ ഇഷ്യൂസ്, യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന പല പ്രോബ്ലംസ് അല്ലെങ്കിൽ പല ക്രൈംസ്, ഇതിനോടൊക്കെ വിരൽ ചൂണ്ടുന്ന ഒരു സിനിമ കൂടിയാണ് ധീരം. അപ്പോൾ അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട്. കോളേജ്, സ്കൂൾ തലത്തിൽ ഉള്ള കുറെ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്ത് ഈ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. സോ അവർക്കൂടെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ സിനിമ. അതെ.